സോഷ്യൽ മീഡിയയിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയതാണ് കാർത്തിക് ശങ്കറും അമ്മയും. റീൽസ് ലോകത്തു നിന്നും ടെലിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്മ. അമ്മ കാരണമാണ് ഈ ക്രെഡിറ്റ് എല്ലാം വരുന്നതെന്ന് കാർത്തിക് പറയുന്നു. ആനീസ് കിച്ചണിൽ എത്തിയപ്പോഴായിരുന്നു അമ്മയും മകനും വിശേഷങ്ങൾ പങ്കുവച്ചത്. ഞാൻ ഒറ്റയാനാണ്. എന്നെ മുഴുവനായും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ്. സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സമയത്താണ് അമ്മ നിനക്ക് ഇതിൽ തന്നെ ഇരുന്നാൽ മതിയോ, അതിലേക്കൊക്കെ പോവണ്ടേ എന്ന് ചോദിച്ചത്. നല്ല ശമ്പളമുണ്ടായിരുന്ന ജോലി രാജിവെച്ചാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. വല്ല ഓഡിഷന് പോവൂ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതൂ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അമ്മ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. സൗണ്ട് എഞ്ചിനീയർ ജോലിയൊക്കെ വിട്ട് വന്നപ്പോഴും ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന് സമ്മാനം കിട്ടുമെന്നാണ് കരുതിയത്. ഒന്നും കിട്ടിയില്ല. അങ്ങനെ സുഹൃത്ത് പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതങ്ങ് വൈറലായി. അങ്ങനെയാണ് വീഡിയോകളും റീൽസും ചെയ്തു തുടങ്ങിയത്. തുടക്കത്തിൽ സെന്റിമെന്റ്സ് ആയിരുന്നു. പിന്നെയാണ് കോമഡിയിലേക്ക് മാറിയത്. ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും അമ്മ പെട്ടെന്ന് റെഡിയായി വന്നേ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത്. ലോക്ക്ഡൌൺ ആയതിനാൽ പുറമേ നിന്ന് ആരെയും വിളിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഇടയ്ക്ക് അരിശം പിടിച്ച് ഇന്നാ പിടിച്ചോ, ഞാൻ പോവുകയാ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. തുടക്കം മുതൽ ഇപ്പോൾ വരെ എന്നെ ചീത്ത പറയുന്നതിൽ ഒരു കുറവുമില്ല. ക്യാമറയുടെ മുന്നിലെത്തിയാൽ നന്നായി ദേഷ്യപ്പെടും. ഞാൻ കരഞ്ഞിട്ടൊക്കെയുണ്ട്. കൈവച്ചൊക്കെ ദേഷ്യം കാണിക്കും. അത് തുടക്കകാലത്തായിരുന്നു. ഇപ്പോൾ ദേഷ്യം കുറഞ്ഞു എന്നായിരുന്നു അമ്മ പറഞ്ഞത്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലേക്ക് നോക്കാതിരിക്കുക. അതിലേക്കിരുന്ന് ഒരു ചർച്ച വെച്ച് മോശം പറയുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് വിടുന്ന ശീലമില്ല. ഏത് രീതിയിൽ അതിനെ കൊല്ലാമെന്നാണ് ചർച്ചകൾ. തെലുങ്കു സിനിമയായിരുന്നു സംവിധാനം ചെയ്തത്. അതവിടെ റിലീസ് ചെയ്തു. ആ പേര് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലെന്നായിരുന്നു അമ്മയുടെ കമന്റ്. വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കണ്ണുമിഴിച്ച് കാണിക്കും. ഇടയ്ക്ക് അമ്മയ്ക്ക് സിനിമയിലേക്ക് അവസരം വന്നിരുന്നു. ഞാനില്ലാത്തതുകൊണ്ട് പോയില്ല. ഞാൻ ഷൂട്ടിലായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്നില്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത്. ചില ആംഗിളിൽ അമ്മ ലളിത ചേച്ചിയെ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ള കമന്റുകൾ വരാറുണ്ട്. ചില സമയത്ത് തലയ്ക്കടിച്ചു പോയാലോ എന്നൊക്കെ തോന്നാറുണ്ട്. നമ്മൾ വളർന്നതും ജീവിച്ചതുമായ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. എനിക്ക് 10 മണിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ തലേദിവസമേ തയ്യാറെടുപ്പുകൾ നടത്തും. ഇവനാണെങ്കിൽ 10 മണിയാവും എഴുന്നേൽക്കാൻ. അതാണ് വ്യത്യാസമെന്നായിരുന്നു അമ്മ പറഞ്ഞത്.